ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലൂടെ രോമാഞ്ചം, ആവേശം എന്നീ രണ്ട് ചിത്രങ്ങൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഈ രണ്ട് ചിത്രങ്ങൾ തമ്മിൽ എന്തെല്ലാം സിമിലാരിറ്റികളെല്ലാം നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നീ കാര്യങ്ങളെല്ലാമാണ് നോക്കാനായി പോകുന്നത്. ജിത്തു മാധവൻ സംവിധാനം ചെയ്തിട്ടുള്ള ഈ രണ്ട് ചിത്രങ്ങളും കോമഡിയെ ബേസ് ചെയ്തുകൊണ്ടാണ് വന്നിരുന്നത്. രോമാഞ്ചം ഹൊറർ കോമഡിയായിട്ടും ആവേശം ആക്ഷൻ കോമഡിയായിട്ടുമാണ് വന്നിരുന്നത്. എങ്കിലും ഈ രണ്ട് ചിത്രങ്ങളും തമ്മിൽ പൊതുവായിട്ട് കുറേ കാര്യങ്ങളിൽ സാമ്യതകളുണ്ടായിരുന്നു. രണ്ട് ചിത്രങ്ങളുടെയും കഥകളിലും അല്ലാതെയും വന്നിട്ടുള്ള അത്തരം സിമിലാരിറ്റികളെ കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീട്ടിലേക്ക് കിടക്കാം. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. യയാതി എന്ന പേരിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാനും ഒരു മിസ്റ്ററി ത്രില്ലർ ടൈപ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. തുടർന്നും ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗുണകരമാകുന്നതായിരിക്കും. നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം. ആദ്യത്തേത്, ഈ രണ്ട് ചിത്രങ്ങളും ബാംഗ്ലൂരിനെ ബേസ് ചെയ്ത് കഥ പറയുന്നു എന്നുള്ളതാണ്. വിനീത് ശ്രീനിവാസൻ ചെന്നൈയെ ബേസ് ചെയ്ത് കഥ പറയുന്നത് പോലെ ജിത്തു മാധവൻ തൻ്റെ രണ്ട് ചിത്രങ്ങളും അല്ലെങ്കിൽ ഇനി വരുന്ന ഒട്ടുമിക്ക ചിത്രങ്ങളും ബാംഗ്ലൂരിനെ ബേസ് ചെയ്ത് തന്നെയാകാം കഥ പറയാനായി പോകുന്നത്. ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. രണ്ടാമത്തത് പേരിലെ സിമിലാരിറ്റികളാണ്. ആവേശം, രോമാഞ്ചം ഈ രണ്ട് പേരുകളും ഒരു പോസിറ്റീവ് വൈബ് തരുന്ന അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി തരുന്ന രീതിയിലുള്ള പേരുകളാണ്. ഒരു കാര്യം കണ്ടോ കേട്ടോ ഒക്കെ അതിലൊരു ഉണർവ് കിട്ടുന്ന സമയത്താണ് നമുക്ക് ഈ രോമാഞ്ചം വരിക എന്നെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന പേര് തന്നെയാണ് ആവേശം. മൂന്ന് ചിത്രത്തിന്റെ കഥകളിൽ വന്നിരിക്കുന്ന സിമിലാരിറ്റികളാണ്. രണ്ട് ചിത്രത്തിലും ബാംഗ്ലൂരിൽ വന്നിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഒരു കാര്യം കടന്നു വരികയും ആ കാര്യം കൊണ്ട് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. രോമാഞ്ചത്തിൽ ആ ഓജോ ബോർഡിലൂടെ അനാമിക എന്നൊരു പ്രേതത്തെ അവർ കൂട്ടുപിടിക്കുകയും അതിലൂടെ അവർക്ക് ഒരുപാട് ഗുണങ്ങൾ, അവർക്ക് ഫ്രീ ആയിട്ട് മദ്യവും ഭക്ഷണവും എല്ലാം കിട്ടുന്ന വിധത്തിൽ അവർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടാകുന്നതായിട്ടെല്ലാം കാണിക്കുന്നുണ്ട്. ആവേശത്തിലേക്ക് വരുമ്പോഴും അവിടെ പഠിക്കാനായി വരുന്ന ആ മൂന്ന് കുട്ടികൾ രംഗണ്ണൻ എന്ന ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തെ കണ്ടതിനു ശേഷം അവരുടെ ജീവിതമാകെ മാറുകയും അവർക്ക് മദ്യവും ഭക്ഷണവും വീടും ബൈക്കുമെല്ലാം വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിട്ടെല്ലാം കാണിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ആവേശത്തിലെ രംഗണ്ണൻ എന്ന കഥാപാത്രമാണെങ്കിലും അല്ല രോമാഞ്ചത്തിലെ അനാമിക എന്ന ആ പ്രേതത്തിന്റെ കഥാപാത്രമാണെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കിത് ബുദ്ധിമുട്ടായി മാറുകയും അവരിതിനെ ഒഴിവാക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. കൂടാതെ സിനിമയുടെ ഏറ്റവും ഒടുവിലെത്തുമ്പോൾ അവർ ഉപേക്ഷിച്ചിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളും അവരെ തേടി തിരിച്ചെത്തുന്നതായും കാണാം. രോമാഞ്ചത്തിൽ ജിബി എന്ന കഥാപാത്രത്തിന്റെ ബാഗിലൂടെ സീനു ആ ബാഗ് കൊണ്ടുവരുന്നതിലൂടെ അനാമിക വീണ്ടും ഇവരുടെ അടുത്തേക്ക് വരുന്നതായിട്ടും, ആവേശത്തിൽ ഇവരെ ഉപേക്ഷിച്ച് പഠിക്കാനായി വിടുന്ന രംഗണ്ണൻ പഠിത്തത്തിൽ ഇവർ തോറ്റു എന്നറിയുന്ന സമയത്ത് ഇവരെ തേടി വീണ്ടും വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ആ കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുകയും എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ കാര്യങ്ങൾ ഇവർക്ക് ദോഷമായി വരികയും ഇവർ അത് ഉപേക്ഷിക്കുകയും പിന്നീട് അവസാനം ഇത് അവരെ തേടി തിരിച്ചു വരുന്നതായിട്ടും രണ്ട് ചിത്രങ്ങളിലും കാണിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ രണ്ട് കഥാപാത്രങ്ങളെയും രംഗണ്ണനാണെങ്കിലും അനാമികയാണെങ്കിലും ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും പല കാര്യങ്ങളും ഇവർ ആദ്യമൊന്നും വിശ്വസിക്കാതെ വരികയും ചിത്രത്തിന്റെ അവസാനം എത്തുമ്പോൾ അതിൽ വിശ്വസിക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. രോമാഞ്ചത്തിൽ അനാമിക എന്ന ആ പ്രേതത്തിന്റെ കാര്യം ജിബി എന്ന സൗബിന്റെ കഥാപാത്രം അവസാനം വരെ വിശ്വസിക്കുന്നതായിട്ട് കാണിച്ചിട്ടില്ല. അതെല്ലാം വെറും തോന്നലാണ്, മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്താണ് എന്നുള്ള രീതിയിലാണ് ജിബി പെരുമാറുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിലെത്തുമ്പോഴാണ് ജിബിക്കും അതിൽ വിശ്വാസം വരുന്നത്. ഇതുപോലെ തന്നെ ആവേശത്തിൽ രംഗൻ എന്ന കഥാപാത്രം ചെയ്തിട്ടുള്ള പല ക്രൈമുകളും പല കാര്യങ്ങളും സിനിമയുടെ ഏകദേശം പകുതി വരെ ഈ മൂന്ന് കുട്ടികളും വിശ്വസിക്കുന്നില്ല. കൂടാതെ രംഗണ്ണൻ ഒരുപാട് വയലൻസ് ഉള്ള ആളാണ്, ഒരുപാട് ഫൈറ്റെല്ലാം നടത്തുന്നതാണ് എന്നുള്ള കാര്യമെല്ലാം വെറും തള്ളായിട്ടാണ് ഇവർ മൂന്ന് പേരും വിശ്വസിക്കുന്നത്. സിനിമയുടെ അവസാനത്തെ ഫൈറ്റ് എത്തുമ്പോഴാണ് ഇവർക്കും ആ കാര്യങ്ങൾ വിശ്വാസം വരുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു സാമ്യം ഈ രണ്ട് ചിത്രങ്ങളിലും നായിക കഥാപാത്രം ഇല്ല എന്നുള്ളതാണ്. മലയാളത്തിൽ ഈ അടുത്ത് വന്നിട്ടുള്ള ഹിറ്റായിട്ടുള്ള ചില പ്രധാന ചിത്രങ്ങളിൽ മഞ്ഞുമൽ ബോയ്സ്, കണ്ണൂർ സ്ക്വാഡ് തുടങ്ങിയ ചിത്രങ്ങളിലൊന്നും നായികമാരെ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ജിത്തു മാധവൻ സംവിധാനം ചെയ്തിട്ടുള്ള ഈ രണ്ട് ചിത്രങ്ങളിലും നായിക കഥാപാത്രമെന്ന് എടുത്തു പറയാൻ പറ്റിയ ആരും തന്നെയില്ല. അങ്ങനെ ചില സീനുകളിൽ മാത്രം വന്നു പോകുന്ന ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ ഉണ്ടെന്നല്ലാതെ ചിത്രത്തിൽ ഉടനീളം നിൽക്കുന്ന ഒരു വലിയ റോൾ ചെയ്തിട്ടുള്ള നായിക കഥാപാത്രത്തെ ജിത്തു മാധവൻ ഈ രണ്ട് ചിത്രങ്ങളിലും യൂസ് ചെയ്തിട്ടില്ല. വേറൊന്ന് പേരിലെ സാമ്യതയാണ്. ഇതൊരു പക്ഷെ ഒരു കോയിൻസിഡൻസ് ആകാം. അതായത്
ഈ പറഞ്ഞ രംഗൻ അല്ലെങ്കിൽ അനാമിക ഈ രണ്ട് മെയിൻ കഥാപാത്രങ്ങൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും അടുപ്പമുള്ള കഥാപാത്രങ്ങളുടെ പേരുകൾ ഏകദേശം ഒരുപോലെയാണ്. രംഗന് ആ 3 കോളേജ് സ്റ്റുഡൻസിൽ ഏറ്റവും അടുപ്പമുള്ളത് ബിബിനോടാണ്. ഇതേപോലെ തന്നെ അനാമിക ഏറ്റവും അടുത്ത് നിൽക്കുന്നതായി കാണിക്കുന്നത് അല്ലെങ്കിൽ അനാമികയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ജിബിൻ എന്ന് പറഞ്ഞ സൗബിന്റെ കഥാപാത്രമാണ്. ഇനി അവസാനത്തേത് രംഗൻ, സെയ്ദ് എന്നിങ്ങനെയുള്ള ഫഹദിന്റെയും ചെമ്പൻ വിനോദിന്റെയും കഥാപാത്രങ്ങളാണ്. ഈ സെയ്ദ് എന്ന രോമാഞ്ചത്തിലെ കഥാപാത്രത്തിന്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷനാണ് ആവേശത്തിലേക്ക് വരുന്നത് എന്നുള്ള റൂമറുകളെല്ലാം കേട്ടിരുന്നു. എന്നാൽ പിന്നീട് അങ്ങനെയൊന്നുമല്ല, ഇത് രണ്ടും 2 കഥാപാത്രങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നിരുന്നാലും ഈ 2 കഥാപാത്രങ്ങളെയും ഏകദേശം ഡ്രസ്സിലാണെങ്കിലും ഓർണമെന്റ്സിലാണെങ്കിലും ആ കാര്യങ്ങളെല്ലാം ഒരുപോലെ കാണിക്കുകയും കൂടാതെ രോമാഞ്ചത്തിൽ സെയ്ദ് പറയുന്ന വണ്ടിയുടെ നമ്പർ ഒരു റെഫറൻസ് പോലെ ഈ ചിത്രത്തിലേക്ക് ജിത്തു മാധവൻ കൊണ്ടുവരിക കൂടി ചെയ്തിരുന്നു. സോ ദാറ്റ് ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ 2 സിനിമകളും തമ്മിലുള്ള സിമിലാരിറ്റികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിമിലാരിറ്റികളെല്ലാം ഉള്ളത് കൊണ്ട് ഒരു ചിത്രം മറ്റൊരു ചിത്രത്തിലേക്ക് കോപ്പി ചെയ്തതാണ് എന്നല്ല ഇവിടെ പറഞ്ഞത്. പകരം ജിത്തു മാധവൻ തൻ്റെ 2 ചിത്രങ്ങളിലും ഒരുപോലെ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ പെടുത്തുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.